മധ്യപ്രദേശിലെ ഉമറിയ ഡിസ്ട്രിക്റ്റിലുള്ള ബാന്ധവഗഡ് ടൈഗർ റിസർവാണ് ഇത്തവണ നമ്മുടെ ട്രാവൽ സ്റ്റോറിയിൽ. കടുവകളുടെ എണ്ണത്തിൽ മാത്രമല്ല, കാടിൻ്റെ ഭംഗിയുടെ കാര്യത്തിലും ഈ ബാന്ധവഗഡ് ഫോറസ്റ്റ് ഒരുപടി മുന്നിൽ തന്നെയാണ്. ഇവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കടുവ ഒരു മാന ഭക്ഷിക്കണമെന്ന് കാണുന്നത്. അതുപോലെ തന്നെ കടുവയുടെ ഫുഡ് അടിച്ചു വാരിക്കൊണ്ട് പോണ കുറുനരികളും എല്ലാം അടങ്ങുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പന്ന ടൈഗർ റിസർവിൽ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ ബാന്ധവഗഡ് ടൈഗർ റിസർവിലേക്കാണ്. ഈ രണ്ട് ടൈഗർ റിസർവുകൾ തമ്മിൽ 200 കിലോമീറ്ററോളം ദൂരമുണ്ട്. വഴിയൊന്നും അത്ര നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ ഏകദേശം 7 മണിക്കൂർ എടുക്കും ഇവിടെ എത്താനായിട്ട്. രാത്രി 8 മണിയോടുകൂടി നമ്മളിവിടെ ബാന്ധവഗഡിലുള്ള സ്റ്റേയിലെത്തി. നല്ല യാത്രാക്ഷീണമുള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. രാവിലെ 5 മണിയോടുകൂടി നമ്മളിവിടുത്തെ സഫാരി എൻട്രി പോയിന്റ് അവിടെ എത്തി. ഈ സമയമായിട്ട് കൂടി നമ്മളേലും മുന്നിൽ 5-6 ജീപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യയിലെ മിക്ക വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈഗർ റിസർവാണ് ബാന്ധവഗഡ് ടൈഗർ റിസർവ്. അതിനുള്ള കാരണമൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഈ ഫോറസ്റ്റിൽ കയറിയപ്പോൾ മുതലേ നമുക്ക് കുറേ അലാം കോൾസ് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അലാം കോൾ കേട്ട് നമ്മൾ വണ്ടി നിർത്തിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. പ്ലം ഹെഡഡ് പാരക്കീറ്റിൻ്റെ ഒരു പെയറാണ് ഇവർ. ഇതിലെ മെയിലും ഫീമെയിലും ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സാധാരണ ഭംഗി കൂട്ടിയതായിരിക്കും എപ്പോഴും മെയിൽ. ആ ലോജിക്ക് ഇവിടെയും വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ സെൻട്രൽ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ചെറിയൊരു അന്ധവിശ്വാസമുണ്ട്. ഇവർക്ക് വൈൽഡ് ബോറിൻ്റെ സൈറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ആ സഫാരിക്ക് എന്തായാലും ടൈഗർ സൈറ്റിംഗ് കിട്ടുന്നതാണ് ഇവരുടെ വിശ്വാസം. എന്നാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊന്നും അങ്ങനെയല്ല കേട്ടോ. കാരണം സൗത്ത് ഇന്ത്യയിലൊക്കെ എല്ലാ സഫാരി പോയാലും വൈൽഡ് ബോറിൻ്റെ സൈറ്റിംഗ് കിട്ടാറുണ്ട്. ഇവിടുത്തെ നമ്മുടെ എല്ലാ സഫാരിയുടെയും ഡ്രൈവർ ലക്കി ബ്രോ ആണ്. അതുപോലെ തന്നെ ഗൈഡിൻ്റെ പേര് സത്യം എന്നാണ്. ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ്. എന്തായാലും ഞാൻ ഇവർ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബാന്ധവഗഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാണ്ടോ. കുറച്ചുകൂടി പോയപ്പോൾ ഒരു പോണ്ടിൻ്റെ തീരത്തായിട്ട് ക്രസ്റ്റഡ് ഹോക്ക് ഈഗിളിരുന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടു. സാധാരണ ഇവർ കൂടുതലായിട്ട് മരത്തിൻ്റെ മുകളിലാണ് കാണാറ്. ഇതിൻ്റെ ചുറ്റും നടന്ന് ശല്യപ്പെടുത്താനായിട്ട് ഒരു കാക്കയും പിന്നാലെ കൂടിയിട്ടുണ്ട്. മൃഗങ്ങളിലെ വൈൽഡ് ഡോഗിനെ പോലെയാണ് പക്ഷികളിലെ കാക്കകൾ. ഇവരെപ്പോഴും കൂട്ടായിട്ടാണ് ആക്രമിക്കുക. അതുകൊണ്ട് തന്നെ എത്ര വലിയ പക്ഷി വന്നാലും അവർക്കൊരു പേടിയില്ല. ഓരോരുത്തരും അവർക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയുണ്ട്. കാക്കകളുടെ ടെറിട്ടറിയിൽ വേറെ ഇരപിടിയന്മാരായ പക്ഷികൾ വരണത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. നമ്മളെല്ലാവരും അലാങ്കോൾ കേട്ടിട്ട് ടൈഗറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ട്രൈബൽസ് റോട്ടിൽ കൂടെ സുഖമായിട്ട് നടന്നു പോണ് കാണുന്നത്. ഇവരുടെ വീടുകളൊക്കെ ഉള്ളത് ബഫർ സോണിലാണ്. എന്നാലും കോർ സോണിൽ കൂടെ പോവുകയാണെങ്കിൽ അവർക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. അതുകൊണ്ടാണ് അവരെപ്പോഴും ഈ വഴി കൂടെ പോകുന്നത്. കടുവകളൊക്കെ ഉള്ള ഈ കാട്ടിലൂടെ ചുവന്ന ഡ്രസ്സ് ഇട്ട് പോകുന്ന ഈ ചേച്ചിമാർക്ക് ഇരിക്കട്ടെ ഇന്നത്തെ ഒരു കുതിരപ്പ്. ഇവിടെ ആകെ മൊത്തം നമ്മൾ 7 സഫാരിയാണ് എടുത്തിരിക്കുന്നത്. 6 എണ്ണം കോർ സോണിലും 1 എണ്ണം ബഫർ സോണിലും. ഇതിലെ ആദ്യത്തെ 5 സഫാരിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാഴ്ചയിൽ ഒരു സാമ്പാടീറിൻ്റെ ഫാമിലിയാന്ന് തോന്നുന്നു. ഇതിൽ കുട്ടി സാമ്പാടീറിൻ്റെ കളർ ശ്രദ്ധിച്ചാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു റെഡിഷ് കളർ കൂടുതലാണ്. ഒരുപക്ഷെ ഇത് വളർന്നു വരുമ്പോൾ ഇതിൻ്റെ അച്ഛനമ്മയുടെയും കളർ തന്നെയാവാൻ സാധ്യതയുണ്ട്. സാമ്പാടീറുകൾ മാത്രമല്ലായിരുന്നു വാട്ടർ സോഴ്സിൻ്റെ അവിടെ ഉണ്ടായിരുന്നത്. വേറെ 2 പക്ഷികളും ഉണ്ടായിരുന്നു. തലയിൽ ചുവന്ന തൊപ്പി വെച്ച പോലെ തോന്നിപ്പിക്കുന്ന പക്ഷിയാണ് റെഡ് നാപ്പ് ഡൈബിസ്. മറ്റേത് വൂളിനെക്സ് സ്റ്റോർക്കാണ്. അങ്ങനെ ബാന്ധവഗഡിൽ നമ്മുടെ ആദ്യത്തെ സഫാരി എല്ലാം കഴിഞ്ഞ് ടൈഗറിനെ കണ്ടില്ലല്ലോ എന്നുള്ള ചെറിയൊരു നിരാശയോടെ കൂടി നമ്മൾ തിരിച്ച് സ്റ്റേയിലോട്ട് പോന്നു. ഞാനിപ്പോൾ ബാന്ധവഗഡിലുള്ള നമ്മുടെ സ്റ്റേയിലാണ്. ഞാൻ ബാന്ധവഗഡിൽ വരുമ്പോൾ ഞാൻ വിചാരിച്ചു ടൈഗറിനെയൊക്കെ സൈറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം ഇഷ്ടംപോലെ ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റാറുണ്ട് ടൈഗറിൻ്റെയൊക്കെ. പിന്നെ നമ്മൾ ഫസ്റ്റ് സഫാരി പോയപ്പോൾ കണ്ടില്ലേ, ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ കുറേ നടന്നു, നമുക്ക് ടൈഗറിനെ സൈറ്റ് ചെയ്യാൻ കിട്ടിയില്ല. ഒരു ലെപ്പേർഡ് ഓടിപ്പോണ് കണ്ട്, വേറെ ഒന്നും കണ്ടില്ല. അങ്ങനെ ഇനി ഈവനിങ് സഫാരിക്കാണ് നമ്മുടെ അടുത്ത പ്രതീക്ഷ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഈവനിങ് സഫാരിക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇത്തവണത്തെ നമ്മുടെ സഫാരി ബാന്ധവഗഡിലെ താല സോണിലാണ്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു സോണാണ് ഈ താല സോൺ. ഇതുകൂടാതെ മഗ്ദി കിത്തോലി എന്ന് പറഞ്ഞ 2 കോർ സോൺ കൂടി ഇവിടെ ഉണ്ട്. നമ്മൾ രാവിലെ പോയത് കിത്തോലി സോണിലായിരുന്നു. സഫാരി ഗേറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മളൊരു സ്പോട്ടഡ് ഔട്ട്ലെറ്റിന് കണ്ടു. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ പുറകിലും ഒരു കണ്ണ് വേണമെന്ന്. എന്നാൽ മിക്ക മൂങ്ങകൾക്കും അവരുടെ കഴുത്ത് 180 ഡിഗ്രിയോളം തിരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒറ്റ ഇരിപ്പിൽ അവർക്ക് ഫ്രണ്ടിലും ബാക്കിലും എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. കുറച്ചുകൂടി പോയപ്പോൾ
അവിടെ 2-3 വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അവർ പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു ടൈഗർ വിത്ത് കില്ല് ഉണ്ടായിരുന്നു. കില്ലിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് വരണ്ടായിരുന്നു. എന്നാൽ ടൈഗറിനൊട്ടും കാണാൻ പറ്റുന്നുണ്ടായില്ല. നമ്മളെന്തായാലും അവിടെ കുറച്ച് നേരം നിർത്തിയിടാന്ന് വിചാരിച്ചു. ടൈഗറിൻ്റെ കില്ലിൻ്റെ നല്ലൊരു പീസ് അടിച്ചു മാറ്റിക്കൊണ്ട് അവിടെ ജാക്കലിനായിട്ട് നമ്മൾ കണ്ടത്. ഇവരൊക്കെ വേണമെങ്കിൽ അക്ഷരം തരാതെ പറയാം, കാട്ടുകള്ളന്മാർന്ന്. ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ ആ കടുവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നീട് ആ കടുവ പയ്യെ കാടിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയി. പിന്നീട് നമ്മൾ ഇവിടുത്തെ ഏറെ ഫേമസ് ആയ ഒരു ഫീമെയിൽ ടൈഗർസായ ഡോട്ടിയുടെ ടെറിട്ടറിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ വഴി തടഞ്ഞുകൊണ്ട് ഒരു ലെസർ അഡ്ജന്റ് നിൽക്കുന്നത് കാണുന്നത്. ഇവർ 2 പേരുണ്ട് കേട്ടോ. മൈറ്റിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. അല്ലാത്തപ്പോഴൊക്കെ എപ്പോഴും ഒറ്റയ്ക്കാണ് ഇവരെ കാണാറുള്ളത്. ഇതിൽ ഫീമെയിലിനെയും മെയിലിനെയും കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ തമ്മിൽ ചെറിയ സൈസ് വ്യത്യാസം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാന്ധവഗറിലെ ഏറ്റവും മനോഹരമായ സോണാണ് ഈ താല സോൺ. എവിടെ നിന്ന് നോക്കിയാലുള്ള ഈ മലകളുടെ വ്യൂവും അതുപോലെ ഏക്കർ കണക്കിനോളം പടർന്നു കിടക്കുന്ന ഈ പാടശേഖരങ്ങളും എല്ലാം കൊണ്ട് താല സോൺ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ കുറേ ജിപ്സികൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ടൈഗർ അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഇടയ്ക്ക് പുല്ലിൻ്റെ ഇടയിൽ നിന്ന് എന്തൊക്കെയോ എനിക്കൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നീട് നമ്മളത് പുറത്തോട്ട് വരുന്നേരത്തി കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും സഫാരി ഡൈവിംഗ് ഒക്കെ തീർന്നു പോയി. അങ്ങനെ നമ്മുടെ 2ാമത്തെ ദിവസത്തെ മോർണിംഗ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണയും നമ്മൾ മോർണിംഗ് സഫാരി എടുത്തിരിക്കുന്നത് കിത്തോലി സോണിൽ തന്നെയാണ്. മറ്റു 2 സോണുകളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഡ്രൈ ഡെസിഡീസ് ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പച്ചപ്പൊക്കെ കുറച്ച് കുറവാണ്. അങ്ങനെ മധ്യപ്രദേശിൽ വന്നിട്ട് ആദ്യമായിട്ടൊരു കാട്ടുപോത്തിനെ കാണാൻ പറ്റി. നല്ല അടിപൊളി ഒരു മെയിൽ കാട്ടുപോത്താണ് കേട്ടോ. ഫീമെയിലുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെയിൽ കാട്ടുപോത്തുകൾക്ക് പൊതുവേ കുറച്ചും കൂടി ഡാർക്ക് കളർ കൂടുതലാണ്. കുറച്ച് ദൂരമായിട്ട് വേറെ ഒരു ഫീമെയിൽ കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫോറസ്റ്റിലെ കാണുന്ന പോലെ അത്ര അധികം കാട്ടുപോത്തുകളുടെ കൂട്ടൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പന്ന ടൈഗർ റിസർവിൽ കടുവകളെ റീഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ബാന്ധവഗർ ടൈഗർ റിസർവിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്തത് കാട്ടുപോത്തുകളെയാണ്. 1995 ശേഷം ഇവിടെ കാട്ടുപോത്തുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് 2011-12 കാലഘട്ടത്തിൽ കാന ടൈഗർ റിസർവിൽ നിന്ന് ഏകദേശം 50ഓളം കാട്ടുപോത്തുകൾ ഇവിടേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടുത്തെ ബഫർ സോണിൽ താമസിച്ചിരുന്ന ട്രൈബൽസ് എല്ലാം കന്നുകാലികളെ വളർത്തിയിരുന്നു. ഈ കന്നുകാലികളും കാട്ടുപോത്തുകളും എല്ലാം ഒരേ സ്ഥലം ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കന്നുകാലികൾക്ക് വരുന്ന എല്ലാ അസുഖങ്ങളും കാട്ടുപോത്തുകളും ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ എണ്ണം ഒട്ടും ഇല്ലാതായത്. പിന്നീട് പോകുന്ന വഴിക്ക് ടൈഗറിൻ്റെ പഗ്മാർക്ക് കണ്ട് നമ്മൾ വണ്ടി നിർത്തി. എന്തായാലും ഇത്തവണ വെയിറ്റ് ചെയ്ത് ഒട്ടും വെറുതെ ആയില്ല. കത്തീവ ഫീമെയിലിന് പേരുള്ള ഒരു ടൈഗ്രസ് ആണിത്. ഇതിന് 3 കബ്സും ഉണ്ട്. മുളങ്കാടുകളുടെ ഇടയിലൂടെ പയ്യെ റോഡിലേക്കാണ് അവൾ വരുന്നത്. റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പോണ്ട് ഉണ്ട്. അങ്ങോട്ടേക്കായിരിക്കണം ടൈഗർ പോകുന്നത്. നമ്മുടെ വണ്ടിയും ടൈഗറും തമ്മിൽ ഏകദേശം 10 മീറ്റർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അവൾ ഈ നോട്ടം നോക്കിയത്. സഫാരി വണ്ടികളൊന്നും ടൈഗർ ആക്രമിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്കറിയാം. എന്നാലും ഈ ഒരു നോട്ടം നോക്കിയപ്പോൾ സത്യം പറയണമെങ്കിൽ എൻ്റെ കിളി പോയി സാറ്. ഇതിനു മുമ്പ് ഞാൻ കുറേ ടൈഗറിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒട്ടും പേടി തോന്നിയിരുന്നില്ല. ഒരുപക്ഷെ ഈ ടൈഗർ ഭയങ്കര ക്ലോസ് റേഞ്ചിലായിരുന്നു. അതുമാത്രമല്ല, ഞാനാണ് ജിപ്സിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഈ ടൈഗറാണെങ്കിൽ കറക്റ്റ് എന്നെ തന്നെ നേരെ നോക്കും ചെയ്തു. വാട്ടർ സോഴ്സിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ടൈഗർ അതിലോട്ട് ഇറങ്ങാനോ അതോ വെള്ളം കുടിക്കാനോ ഒന്നും നോക്കുന്നുണ്ടായിരുന്നില്ല. കുട്ടികളെയും കൂട്ടി വാട്ടർ സോഴ്സിൻ്റെ അടുത്തേക്ക് വരാനായിരിക്കണം ഈ കടുവയുടെ ഉദ്ദേശം. അതിന് മുന്നോടിയായി ഈ വാട്ടർ സോഴ്സിൻ്റെ ചുറ്റും സേഫ് അല്ലേ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ കടുവ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ മനസ്സിൽ സജിയേട്ട അവിടെ ഫുള്ള് സേഫാണ്, ധൈര്യമായിട്ട് പിള്ളേരും കൊണ്ട് പോരേന്നായിരുന്നു. എന്നാൽ കടുവയുടെ മനസ്സിൽ മറ്റു പലതും ആയിരുന്നു എന്ന് തോന്നുന്നു. കത്തീവ ഫീമെയിൽ ഈ പോണ്ടിന് ചുറ്റും ഒരു ഇൻസ്പെക്ഷനൊക്കെ നടത്തി വീണ്ടും റോഡ് ക്രോസ് ചെയ്ത് വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയി. ബാന്ധവഗറിൽ വേനൽക്കാലത്ത് വന്നിട്ട് കൂടി 3ാമത്തെ സഫാരിയിലാണ് നമുക്ക് ടൈഗർ സൈറ്റിംഗ് കിട്ടിയത്. ഏതൊരു ടൈഗർ റിസർവിൽ പോവുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 3 സഫാരിയെങ്കിലും എടുക്കണം ടൈഗർ സൈറ്റിംഗ് ഒക്കെ കിട്ടാനായിട്ട്. നമ്മളാണെങ്കിൽ അത് കുട്ടികളെയും കൂട്ടി വരുന്ന കരുതി കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷെ നമുക്ക് അത്ര ലക്കുണ്ടായിരുന്നില്ല. അത് കുട്ടികളെയൊന്നും കൂട്ടി തിരിച്ചു വന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പയ്യെ വണ്ടി എടുത്തു. ഒരു മരപ്പത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് യെല്ലോ ത്രോട്ടഡ് സ്പാരോ ഇരിക്കുന്നുണ്ടായിരുന്നു. മലയാളത്തിൽ ഇതിൻ്റെ പേര് മഞ്ഞത്താലി എന്നാണ്.
ഇതിൻ്റെ കഴുത്തിൻ്റെ കീഴിലായിട്ട് ഒരു മഞ്ഞ കളറിലെ ചെറിയ സ്പോട്ട് കാണാൻ പറ്റും. ടൈഗറിനെ കാണാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ തിത്തിരീനെ കണ്ടത്. നമ്മുടെ ജീപ്പ് വന്നതൊന്നും ഈ ചെങ്കണ്ണി തിത്തിരി അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ നേരെ പിടിക്കുന്ന തിരക്കിലാണ്. ആൾക്കാരെ പറ്റിക്കുന്ന കാര്യത്തിൽ അഗ്രഗണ്യന്മാരാണ് ഈ തിത്തിരികൾ. ഇവർ പൊതുവെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുകൂട്ടി മുട്ടയിടാറ്. ഈ മുട്ടയ്ക്കും കൊച്ചുകൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി എന്ത് ഉടായ്പ കാണിക്കും ഇവർ. നിങ്ങൾ ഈ ചുവന്ന കളറുള്ള മരം ശ്രദ്ധിച്ച, ഇതിൻ്റെ പേരാണ് മൗവ. ഒറ്റ വാക്കി പറഞ്ഞാൽ കാട്ടിലെ ബീവറേജ് ആണിത്. ഇതിൻ്റെ പൂവിലും പഴത്തിലെല്ലാം കുറച്ച് ശതമാനം ആൽക്കഹോൾ ഉണ്ട്. ലങ്കൂറുകളൊക്കെ ഇത് കഴിച്ചിട്ട് ഒരു ബോധമില്ലാണ്ടായിരിക്കും നടക്കണ്ടാവുക. ലങ്കൂറുകളും മാനുകളും പന്നികളും കരടികളും എന്തിന് ആനകൾ വരെ ഇത് കഴിക്കും. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് ഈ മവ ഫ്രൂട്ടിൻ്റെ ഹാർവെസ്റ്റിംഗ് ടൈം. ആൽക്കഹോൾ മാത്രമല്ലാണ്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന മറ്റ് പല ഔഷധ ഗുണങ്ങളും ഇതിനുണ്ട്. സമയം ഏകദേശം ഒരു 10:45 ഉണ്ടാവും. നമ്മൾ സഫാരി എല്ലാം തീർത്ത് എക്സിറ്റ് ഗേറ്റിൻ്റെ അവിടെ എത്താറായി. അപ്പോഴാണ് നമ്മൾ ഈ ടൈഗറിനെ കണ്ടത്. ദാമോക്കർ മെയിനിൽ പേരുള്ള ഒരു മെയിൽ സബ് അഡൽട്ട് ടൈഗറാണിത്. കിത്തോലി സോണിലും മഗധി സോണിലായിട്ടാണ് ഇതിൻ്റെ ടെറിട്ടറി ഉള്ളത്. ഈ ടൈഗർ കിടക്കുന്ന പാടത്തിൻ്റെ ഏകദേശം 100 മീറ്റർ അപ്പുറം മെയിൻ റോഡാണ്. അതിനുശേഷമുള്ളത് മഗധി സോണാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ടൈഗറിനെ മഗധി സോണിലും കിത്തോലി സോണിലായിട്ടാണ് ഇങ്ങനെ കാണാറ്. നമ്മൾ വന്നത് കൊടും വേനലിൻ്റെ നടുവിലായിട്ട് കൂടി ഇത്രയും പച്ചപ്പിൽ ടൈഗറിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. 11 മണി വരെ നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ടൈഗറിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് സ്റ്റേയിലോട്ട് പോന്നു. ബാന്തക്കോറിൽ നമുക്ക് 2ാമത്തെ ദിവസമാണ്. ഇന്നൊരു ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ഇവിടുത്തെ കോർ സോൺ ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കുള്ള സഫാരി നമുക്ക് ബഫർ സോണിൽ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല സൈറ്റിങ് കിട്ടി ടൈഗറിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും ബഫർ സോണിൽ പോകാൻ നിൽക്കാം. നമ്മുടെ ഇന്നത്തെ ഈവനിങ് സഫാരി കിത്തോലി സോണിൻ്റെ എക്സ്റ്റൻഷനായ പഞ്ചപ്പടി ബഫർ സോണിലാണ്. ഇവിടുത്തെ എല്ലാ കോർ സോണുകളും നമ്മുടെ സ്റ്റേയിൽ നിന്ന് അടുത്താണ്. എന്നാൽ ഈ ബഫർ സോണുകളെല്ലാം 20-25 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ വേറെ 2 ബഫർ സോണുകളുണ്ട്. മഗധി സോണിൻ്റെ ഒരു എക്സ്റ്റൻഷനും അതുപോലെ തന്നെ താല സോണിൻ്റെ വേറൊരു എക്സ്റ്റൻഷനും. ഇവിടുത്തെ ഫോറസ്റ്റുകാർ പെട്രോളിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ആനകളാണിത്. ഈ ആനകളൊക്കെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. ഇവിടെ മോർണിംഗ് സഫാരിയിൽ ഒരു ടൈഗറിനെ സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ബഫർ സോൺ സെലക്ട് ചെയ്തത്. നമ്മളീ പോകുന്ന വഴി തീരെ ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയുടെ തൊട്ടടുത്ത പോലെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയത്. ചെറുതായി പേടിച്ചു എന്ന് ചോദിച്ചാൽ അത്യാവശ്യം പേടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടുത്തെ ഫോറസ്റ്റുകാർ പറഞ്ഞതനുസരിച്ച് ഇവിടെ കുറച്ച് ദൂരത്തായിട്ടൊരു പുഴയുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു ടൈഗ്രസും 2 കബ്സും ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എലിഫൻറ്റ് പെട്രോളിങ്ങിന് പോയവർ ഇപ്പം തന്നെ ഈ ടൈഗറിനെയും 2 കബ്സിനെയും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല പ്രതീക്ഷയോടെ നിൽക്കായിരുന്നു. ഇവരുടെ കൊമ്പുകളൊക്കെ ഇങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട്. വലിയ കൊമ്പുകൾ ഈ ആനകൾക്ക് അത്ര വലിയ കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇവർ തുമ്പിക്കൈയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ അത് റെസ്ട്രിക്റ്റ് ചെയ്യും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവരിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആനപ്പാപ്പന്മാരെ പോലെ നടയാനയെ മുന്നോട്ട് നിന്നല്ല ഇവിടെ പറയണേ. ഇവിടെ അവർ ചവിട്ടാണ് ചെയ്യുന്നത് മുന്നോട്ട് നടക്കാനായിട്ട്. ഗജകേശ്വരി യോഗത്തിൽ നമ്മുടെ മുകേഷ് പറയണ പോലെ ബായേമൂഡ് പീച്ചേമൂഡ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവരുടെ ആനകളോട് പറയുന്നത്. ടൈഗർ വരുന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഏകദേശം 2 മണിക്കൂറോളം അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. പക്ഷെ എത്ര നോക്കിയിട്ടും ടൈഗർ വന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഡ്രൈവറായ ലക്കി ബ്രോയ്ക്ക് ഒരു കോള് വരുന്നത്. കുറേ ദൂരമായിട്ട് വേറൊരു ടൈഗറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ബഫർ സോണിലായതുകൊണ്ട് തന്നെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ ലക്കി ബ്രോയ്ക്ക് സ്ലോയിൽ ഓടിക്കാനേ അറിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടൊക്കെ ആയിരിക്കണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് വേറൊരു കോള് വന്നു. നമ്മളിപ്പോൾ കാണാൻ ഉദ്ദേശിച്ച ടൈഗർ അത് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ തിരിച്ച് സ്റ്റേയിലോട്ട് തന്നെ പോന്നു. ബഫർ സോണിലെ സഫാരി ഭയങ്കര നഷ്ടമായിരുന്നു. ആ ആനേനല്ലാണ്ട് വേറെ ഒന്നിനും നമുക്ക് കാണാൻ പറ്റിയില്ല. സെൻട്രൽ ഇന്ത്യയിലെ ഏറ്റവും ഭയങ്കര ഒരു ടൈഗർ റിസർവാണ് ബാന്തക്കോർ ടൈഗർ റിസർവ്. വേനൽക്കാലമായിട്ട് കൂടി മഗധി സോണിലും താല സോണിലൊന്നും പച്ചപ്പിനൊന്നും ഒട്ടും കുറവില്ല. ബാന്തക്കോർ എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം സഹോദരൻ്റെ വീട് എന്നാണ്. ഹിന്ദു മിത്തോളജി പ്രകാരം ശ്രീരാമൻ സ്വന്തം സഹോദരനായ ലക്ഷ്മണന് കൊടുത്ത സ്ഥലമാണിത്. താല സോണിൽ നിന്ന് കാണുന്ന മലയുടെ മുകളിലായിട്ട് പുരാതനമായ ഒരു ഫോർട്ടും ഉണ്ട്.
ഈ ഫോർട്ടിനോട് ചേർന്നുള്ള ഒരു അമ്പലം എല്ലാ വർഷത്തിലും ജന്മാഷ്ടമിയുടെ അന്നും കബീർ ജയന്തിയുടെ അന്നും സാധാരണക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കാറുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഈജിപ്ഷ്യൻ വൾച്ചറിനെ കാണുന്നത്. ഇതൊരു കുട്ടിയാണ്. വലുതാകുമ്പോൾ ഇവരുടെ കളറ് കുറച്ച് വെള്ള കൂടിയൊരു കളറാവും. ഈ വൾച്ചറുകൾക്ക് പൊതുവെ എര പിടിക്കാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങളൊക്കെ കഴിച്ചിട്ട് ഉപേക്ഷിച്ച് പോകുന്ന അഴുകിയ ജഡങ്ങളൊക്കെ ആയിരിക്കും ഇവർ കഴിക്കുന്നത്. എന്നാൽ ഇവരുടെ വയറ് ഭയങ്കര അസിഡിക് ആയതുകൊണ്ട് തന്നെ എത്രയൊക്കെ അഴുകിയ മാംസമാണെങ്കിലും അവർക്കത് ദഹിപ്പിക്കാൻ പറ്റും. കുറച്ചുകൂടി പോയപ്പോൾ കുറേ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നു മഗധി സോണിലുള്ള എല്ലാ സഫാരി വണ്ടികളും ഇവിടെയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ടൈഗറിനെ ഇവിടെ എവിടെയോ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് നല്ലൊരു കില്ലിൻ്റെ മണം. മനസ്സിൽ ലെഡ് പൊട്ടി ടൈഗർ വിത്ത് കില്ല് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. നമ്മൾ ജിപ്സി എടുത്ത് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് പോയി നോക്കി. അപ്പോഴാണ് ദേ കാണുന്ന ടൈഗർ വിത്ത് കില്ല്. ഇന്നലെ നമ്മൾ കിത്തോലി സോണിൽ വെച്ച് കണ്ട കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്ന സെയിം ടൈഗർ തന്നെയാണ് കേട്ടോ ഇത്. ദാമോക്കർ മെയിൽ സബഡൽറ്റ്. പൊതുവേ ഈ കടുവകൾ ഇതുപോലെയുള്ള കുറ്റിക്കാടിൻ്റെ ഇടയിലേക്കൊക്കെ എരേനെ വലിച്ചുകൊണ്ട് പോയിട്ട് ഒളിച്ചു വെച്ചാണ് ഭക്ഷണം കഴിക്കാറ്. മറ്റു മൃഗങ്ങളൊന്നും അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നേരത്തെ കണ്ടില്ലേ, ഒരു കുറുനരി നല്ലൊരു പീസാണ് എടുത്തുകൊണ്ട് പോയത്. അതുപോലെ തന്നെ ഓപ്പൺ സ്പേസിലൊക്കെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല കാറ്റൊക്കെ അടിച്ചാൽ വൾച്ചറുകളൊക്കെ മണത്തെത്തും. എന്തായാലും ദാമോദർ മെയിലിൻ്റെ ദിനചര്യയൊക്കെ അടിപൊളിയാണ്. രാവിലെ മഗ്ദി സോണിൽ നിന്ന് നല്ല മാനർജിയൊക്കെ കഴിച്ചിട്ട് വെയിലാവുമ്പോഴേക്കും കിത്തോലി സോണിൽ പോയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഹാ എന്താല്ലേ. അങ്ങനെ ആദ്യമായിട്ട് ടൈഗർ വിത്ത് കില്ല് കിട്ടിയ എൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. ഇതൊരു പുള്ളിമാനാണ്. ഇതിനെ കൊന്നിട്ട് ചിലപ്പോൾ ഒരു 3-4 ദിവസമായി കാണും. തലയും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നേരത്തെ കണ്ട ജീപ്പുകളൊക്കെ ഈ ടൈഗർ കുറ്റിച്ചെടികളുടെ ഇടയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന കരുതി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷെ അപ്പോഴേക്കും ടൈഗർ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയി. അപ്പോൾ പിന്നെ നമ്മളവിടെ നിന്നില്ല. ബാന്ധവ്ഗഡ് ടൈഗർ റിസർവിൻ്റെ ഈ കാഴ്ചകളൊക്കെ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ സജഷൻസൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് എനിക്ക് കുറച്ചും കൂടി നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.